കടൽക്കാറ്റ് അലഞ്ഞുതിരിഞ്ഞു. ഭൂമിയെ തൊട്ടുണർത്തി. മണൽത്തരികളെ തഴുകി. പുഴകളെ തുളുമ്പിച്ചു. പക്ഷികളുടെ ചിറകുകൾ താഴ്ത്തി. കാറ്റ് കണ്ടു, കേട്ടു, അനുഭവിച്ചു. ഒരു ദിവസം കാറ്റ് ഒരു പഴയ വീടിനു മുകളിലൂടെ കടന്നുപോയി. വീടിനുള്ളിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നു. അയാൾക്ക് കാഴ്ചക്കുറവായിരുന്നു. അയാൾ ഏകാകിയായിരുന്നു. കാറ്റ് അയാളുടെ മുഖത്ത് തഴുകി. അയാൾ തന്റെ മക്കളെ ഓർത്തു. അവർ അകലെയായിരുന്നു. വർഷങ്ങളായി അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ വിഷമിച്ചു. കാറ്റ് അയാളുടെ വിഷമം അറിഞ്ഞു. അയാളുടെ ഓർമ്മകളിലേക്ക് കടന്നു. അയാൾ തന്റെ ഭാര്യയെ ഓർത്തു. അവർ അടുത്തു തന്നെയായിരുന്നു. അവർ ഒരുമിച്ച് ചെലവഴിച്ച സന്തോഷകരമായ നിമിഷങ്ങൾ അയാളുടെ മുന്നിൽ തെളിഞ്ഞു. കാറ്റ് അയാളുടെ ഓർമ്മകളെ തൊട്ടുണർത്തി. അയാളുടെ മനസ്സ് നിറഞ്ഞു. അയാൾ ചിരിച്ചു. കണ്ണീർ പൊഴിച്ചു. കാറ്റ് അയാളുടെ സന്തോഷവും വിഷമവും അറിഞ്ഞു. അയാളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു. അയാൾ ഒറ്റയ്ക്കല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. കാറ്റ് അയാളോടൊപ്പമുണ്ട്. കാറ്റ് അയാളുടെ മുഖത്ത് തഴുകിക്കൊണ്ട് മുന്നോട്ടു പോയി. അയാൾ ഏകാകിയല്ല. അയാൾക്ക് സ്നേഹവും കരുണയും അനുഭവിക്കാൻ കഴിയും. കാറ്റ് അവനെ ഒരിക്കലും മറക്കില്ല. ഈ കഥ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഏകാന്തത വലിയൊരു വേദനയാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും ഏകാകികളല്ല. പ്രകൃതി നമ്മോടൊപ്പമുണ്ട്. സ്നേഹവും കരുണയും എപ്പോഴും നമ്മെ ചുറ്റിപ്പറ്റിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, അനുഭവിക്കണം.